ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആരാധനയ്ക്ക് എന്നെ ചിന്തിപ്പിച്ച നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വാക്യം മാർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കാനാണ്. മാർക്കോസ് എഴുതിയ സുവിശേഷം 5:7. മാർക്കോസ് 5:7. യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലുണ്ട്. ഇതിന്റെ സംഭവം നമുക്ക് വളരെയധികം അറിയാവുന്നതാണ്. ലഗ്യോൻ ബാധിച്ച ഒരു മനുഷ്യൻ, അവൻ കല്ലറകളിൽ പാർക്കുന്ന, വളരെയധികം അവനെ കുറിച്ച് വിവരിക്കാനുണ്ട്. പക്ഷേ ഇവിടെ അവൻ ചോദിച്ച ചോദ്യം എനിക്കും നിനക്കും തമ്മിൽ. അതാണ് ഇന്ന് എന്നെ കാലത്ത് ഇത് ഈ വചനം വായിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ചു. കർത്താവിനും നമുക്കും തമ്മിൽ എന്തായി? ഒരു പാട്ടുകാരൻ എഴുതിയിരിക്കുന്നു, ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളൂ എന്നിരിക്കുന്നത്. ഇത് തന്നെയാണ്, ഈ ഒരു ചിന്ത തന്നെയാണ് നമുക്കിവിടെ ഇന്ന് കാലത്ത് ഇരിക്കുന്നത്. ഒരു നന്മയും നമുക്കുണ്ടായിരുന്നില്ല. ഈ ലഗ്യോന്റെ കാര്യം വിവരിച്ച പോലെ അത്രമാത്രം ഇപ്പൊ നമ്മൾ കേട്ടു, നാശകരമായിട്ടുള്ള കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും എന്നാണ് സങ്കീർത്തനക്കാരൻ അവിടെ. അത്രമാത്രം ഹീനമായിട്ടുള്ള ആ രീതിയിൽ ഇരുന്നു നമ്മെ രക്ഷിപ്പാൻ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അതാണ് അവിടെ സമയം. എനിക്കും നിനക്കും തമ്മിൽ ഉണ്ടായിരുന്നത് ദൈവത്തിന്റെ സ്നേഹം. ദൈവജനം എപ്പോഴും പഠിപ്പിക്കുന്നു, കർത്താവ് പാപികളെ സ്നേഹിക്കും, അവൻ പാപത്തെ വെറുക്കുന്നവനാണ്. ആ മനുഷ്യനെയാണ് കർത്താവ് അവനെ സ്നേഹിച്ചത്. എന്നാൽ ആ മനുഷ്യനിൽ അടങ്ങിയിരിക്കുന്ന പാപത്തെയാണ് അവൻ ആ പന്തികളിലെ ഇന്ന് നമ്മളെ സ്നേഹിച്ച് ദൈവത്തിന്റെ ആ സ്നേഹം നമുക്കും കർത്താവിനും ഇടയിലുള്ള ആ സ്നേഹം വഴിഞ്ഞൊഴിക്കുമ്പോൾ കാൽവറി ക്രൂശിൽ, ആ മരക്കുരിശിൽ അവന്റെ രക്തം ധാരധാരയായി കൊണ്ടുവരികയാൽ നമുക്ക് വേണ്ടി അവൻ അടികൊണ്ടു, നമുക്ക് വേണ്ടി അവൻ തുപ്പലേറ്റു, നമുക്ക് വേണ്ടി നിന്നയേറ്റു. ഇത്രയും വലിയ മരണം നമുക്ക് വേണ്ടി മരിച്ചു. അവൻ മരിച്ചു അടക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഇന്ന് ഉയർത്തെഴുന്നേറ്റ് മഹാപുരോഹിതനായി സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷവാദിച്ചു. അതാണ് ഇന്ന് നമുക്ക് ആ തന്ന സ്നേഹം. ഇത്ര വലിയ സ്നേഹം ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത സ്നേഹം. ആ സ്നേഹത്തിന് ഒരിക്കൽ കൂടി അവന്റെ പാതാരങ്ങളിൽ അർപ്പിച്ച് അവന്റെ വളരെ അവന്റെ വലിയ നാമമായിട്ട് പെരുമാറട്ടെ.